ബഹുമാനപ്പെട്ട ശ്രീമതി പത്മജ വേണുഗോപാൽ, ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി. ഗോപാലകൃഷ്ണൻ, ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ. നാഗേഷ്, ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരി, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് ഇൻചാർജുമായിട്ട് ഉണ്ണീഷ് മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, കൗൺസിലറായിട്ടുള്ള ശ്രീമതി ആതിര, ശ്രീ ബിജോയ് തോമസ്, ജില്ലാ സെക്രട്ടറി എൻ ആർ റോഷൻ, മറ്റ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾ, പ്രവർത്തകർ, ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ശ്രീമതി പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു എന്നുള്ളത് തൃശ്ശൂരിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കരുത്തു പകരുന്ന, കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി. തൃശ്ശൂരിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തലവര മാറ്റി എഴുതാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പത്മജ വേണുഗോപാലിനെ പോലെ ഒരു വ്യക്തിത്വം ഭാരതീയ ജനതാ പാർട്ടിയിൽ വരിക എന്ന് പറയുന്നത് പാർട്ടിക്ക് കരുത്തു പകരുന്ന ഒരു നീക്കം തന്നെയാണ്. അവർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം കേരളം അങ്ങോളം നിരവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഈ പരിപാടി അല്പം നീണ്ടുപോയത്. എനിക്ക് തോന്നുന്നത് 14 ജില്ലകളിലും വിവിധ പരിപാടികളിൽ പത്മജ ചേച്ചി ഇതിനോടകം പങ്കെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയിലാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലെത്തിയത്. ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളവും ഈ കാലഘട്ടത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുക എന്നുള്ളത് എല്ലാ രാജ്യസ്നേഹികളുടെയും കടമയാണ്. സ്വജീവിതം രാഷ്ട്രത്തിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ ജഗദീശ്വര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് കരുത്തു പകർന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് എല്ലാ രാജ്യസ്നേഹികളുടെയും കടമയാണ്. ആ കടമ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ ബലികഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജ്യ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് മാറി. എല്ലാ പാർട്ടികൾക്കും ഒരു ജന്മദൗത്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ജന്മദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടായി രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാജ്യ താല്പര്യം ബലികഴിച്ച് അഴിമതി പാർട്ടിയായിട്ട് മാറി. വ്യക്തികൾക്ക് വേണ്ടി കഴിവുള്ള വ്യക്തികളെല്ലാം ഒതുക്കപ്പെട്ടു. നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായിട്ട് മാറിയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അനിഷേധ്യ ശക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ കഴിവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും കരുത്തനായിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവിന് രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരാഴ്ചക്കാലം ഡൽഹിയിൽ കാത്തുകെട്ടിക്കിടന്ന് അവസാനം മുഖമൊന്ന് കാണിക്കാൻ പോലും സാധിക്കാതെ മടങ്ങേണ്ടി വന്നിട്ടുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ കഴിവുള്ള നേതാക്കന്മാർ അവരെല്ലാം വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഒതുക്കപ്പെട്ടു. കഴിവുള്ള നേതാക്കന്മാർക്ക് സ്ഥാനമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ള രാജ്യമാസകലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി പത്മജ വേണുഗോപാലും ഇത്തരത്തിൽ ധീരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വന്നുവെങ്കിൽ ഈ വ്യക്തി താല്പര്യങ്ങൾ രാജ്യ താല്പര്യത്തിനേക്കാൾ ഉപരിയായി കോൺഗ്രസിനെ കീഴടക്കി എന്നുള്ളത് കൊണ്ടാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഈ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ തിരക്കിട്ട ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് വേളയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ
മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇത്രയും കാലം രാവും പകലുമില്ലാതെ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട തൃശൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച ആ സഹപ്രവർത്തകരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ നമ്മളോട് സംസാരിക്കാൻ പ്രിയപ്പെട്ട ശ്രീമതി പത്മജ വേണുഗോപാലിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയപ്പോൾ എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ചിരുന്ന കുറേ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല. പക്ഷെ ഇവരെല്ലാം നിർബന്ധപൂർവ്വം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പാർട്ടിയിലൊരു സത്യത്തിൻ്റെ മുഖം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണൽ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചേച്ചിയുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോരൂ, അല്ലാണ്ട് പത്മജ വേണുഗോപാൽ ഇറങ്ങില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് പത്മജയ്ക്ക് എന്ത് കഴിവുണ്ട് അല്ലെങ്കിൽ പത്മയ്ക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്താ ബന്ധം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞില്ലേ, ആസാം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. എൻ്റെ പിതാവ് 4-5 പ്രാവശ്യം ഡൽഹി പോയി സോണിയാഗാന്ധി കാണാൻ പോലും ഒരു അവസരം കൊടുത്തില്ല. ആ അച്ഛൻ മടങ്ങി വന്ന സങ്കടം കണ്ട ഒറ്റ ആൾ ഞാനാണ്. ഒരു കോൺഗ്രസ്സുകാരനും ആ സങ്കടം കണ്ടില്ല. അദ്ദേഹം തിരിച്ചു വന്ന് DIC പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം ഏറ്റവും എതിർത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അദ്ദേഹം കൈ കൊടുത്തു. അന്ന് ആർക്കൊരു പരാതി ഇല്ലേ? പത്മജ പോയപ്പോൾ എന്താ, പത്മജ കഴിവില്ലാത്തവൾ, പത്മജ പോയാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനാ എന്നെ വെറുതെ ചീത്ത പറഞ്ഞ സമയം കളയണേ? കാരണം ഈ കോൺഗ്രസ്സിലിരുന്ന് അത്ര കേട്ട ചരിത്രമൊന്നും എനിക്ക് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്കൊരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടി, നമുക്ക് സ്ഥാനമാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സഹിക്കാവുന്നതിൻ്റെ അച്ഛൻ മരിച്ച് 14 കൊല്ലമായിട്ട് ഞാൻ കിട്ടിയ ചവിട്ട്, ഞാൻ അനുഭവിച്ച അപമാനം, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ കൂട്ടി ഇത് ഞാൻ ചെയ്യണത് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം അച്ഛൻ അടിച്ച അപമാനം ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ വിളിച്ച് പറയും. ഞാനൊരു ബുക്ക് എഴുതിയ ഞാനൊരു ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും തെളിവോടുകൂടിയാണ് എൻ്റെ ഉള്ളത്. പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ്. ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരെ കുറ്റം പറഞ്ഞ് പോരുന്ന രീതി. പക്ഷെ ഞാൻ എപ്പോഴും പറയും, എന്നെ വല്ലാണ്ട് ആരും ചൊറിയരുത്. കാരണം അത്രയും വേദനയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു ആളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മനു ആയാലും രാധാകൃഷ്ണൻ, ഇവരൊക്കെ അതെ. ഇവർ ഈ തൃശ്ശൂർ ടൗണിൽ, കാരണം ഞാനിപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലത്തെ ആൾക്കാരെ മാത്രമേ ഞാനിപ്പോൾ ബന്ധപ്പെടാറുള്ളൂ. മറ്റവരോടൊന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ്. കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാണ്, അറിയാം. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്കിനി അതും നാളെ അതന്നെ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ ഇവരൊക്കെ ഇറങ്ങി വന്നത്. കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ്, എൻ്റെ മനസ്സാണ്. അല്ലാണ്ട് ഒന്നും വാരിക്കോരി കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു. അപ്പോൾ ആൾ പറയണം എനിക്ക് രാഷ്ട്രീയം വേണ്ട, എനിക്ക് ചേച്ചി മതി. അപ്പം അങ്ങനൊരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട്. പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാനായിരുന്നു. ഓരോ കാര്യങ്ങൾ അച്ഛന് ചെയ്തു തരും. അപ്പോൾ അച്ഛൻ്റെ കളരിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരം പഠിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വയ്ക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും അറിയാം, നന്നായിട്ട് ജോലി ചെയ്യാനറിയാം, എവിടേക്ക് വേണമെങ്കിൽ പോകണം. ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച് 31 കൊല്ലമായി. അപ്പോൾ ഞാനെന്നും ഇവിടെ ബലിയിടും. ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ്. പക്ഷേ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു, ചേട്ടനും എന്നും വന്ന് അമ്മയുടെ അടുത്ത് തൊഴുണ്ട്, ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോകണില്ല. അപ്പോൾ അദ്ദേഹം വന്ന് തൊഴുതോട്ടം ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല. അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു, മോളെ നിൻ്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീട്, പക്ഷേ എനിക്ക് സങ്കടമില്ല കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞില്ല, ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ, ഒരു സങ്കടവും, ഞാൻ എൻ്റെ മുറി താമസിക്കും. താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വരും, എന്നെ കാണാൻ BJPക്കാർ വരും, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വെൽക്കമാണ്. പക്ഷെ ഞാൻ BJPയും അദ്ദേഹം കോൺഗ്രസ്സും ആയിരിക്കും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, ഇതിലെന്തെങ്കിലും ഒരു അടി കൊണ്ടാ ആദ്യം വരുന്നത് അങ്ങോരായിരിക്കും കേട്ടോ ഈ വീട്ടിലേക്ക്, പിന്നെ ഞങ്ങൾ ഒന്നാവും. അപ്പോൾ പിന്നെ ആ പ്രശ്നം എനിക്ക്, അതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല. കാരണം അദ്ദേഹം എങ്ങനെയാണ്, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും, അത് കഴിഞ്ഞ് ആൾക്കെന്നെ സങ്കടം തോന്നി തിരിച്ചു വരും. അപ്പം ആളുടെ രാഷ്ട്രീയം വേറെ ആവട്ടെ, എൻ്റെ രാഷ്ട്രീയം വേറെ, എനിക്കെൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് വലുത്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റ കോൺഗ്രസ്സുകാരനെ അവരുടെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സ് മടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാനിത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ് ഞാൻ. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി, കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നുണ്ട്, പിന്നെ എന്തിനാപ്പം ഇനി വേറെ പാർട്ടി പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ എഴുതി സമയം കളയണ്ട. എനിക്ക് നല്ല തൊലിക്കെട്ടി അക്കാര്യത്തിൽ. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ വന്ന് അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി, ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഞാൻ അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ. എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണ്ട. എനിക്ക് എന്ന് വരെ ഞാൻ എല്ലാം വളരെ ജോളി ഏറ്റെടുക്കുന്ന ആളാണ്. എന്താ പറയണ്ടത്, കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരപേക്ഷയുണ്ട്. എന്തായാലും വന്ന എല്ലാവർക്കും, ഇവരൊന്നും പാർട്ടി പ്രവർത്തകരല്ല, എൻ്റെ സഹോദരന്മാരാണ് വന്നിട്ടുള്ളത്. ആരും മോശക്കാരൊന്നുമല്ല. മുൻ മണ്ഡല പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവരൊക്കെ ഉണ്ട്. ഒരു 4-5 പേരും കൂടി വരാനുണ്ട്. അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ അടുത്ത് എത്തും. കാരണം അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇത്ര ചെറിയ കാര്യത്തിന് പോലും അവർ പേടിച്ചു തുടങ്ങി. എന്താ കാരണം, അപ്പോൾ അവർക്ക് മത്സരിക്കാൻ പോലും ആളെ കിട്ടുന്നില്ല. ഇപ്പോൾ റോബർട്ട് വധേരയൊക്കെയല്ലേ ആ വേദിയിലേക്ക് പോകാൻ പോണേ. അദ്ദേഹം പറയണത് എന്താ, പല പാർട്ടിക്കാരെന്നെ സമീപിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ച് തന്നാട്ടോ. കാരണം എനിക്ക് റോബർട്ട് വധേരനെ പറ്റി നന്നായിട്ട് അറിയാം. ഇത്രയും ഗതി കെട്ടുമോ കോൺഗ്രസ് പാർട്ടി എന്ന് മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. അത് ഇനി ആൾ നിന്നാലും അതിശയിക്കാനില്ല കേട്ടോ, ആൾ എന്തും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഭയങ്കര, ഇപ്പം ഞാൻ പറയായിരുന്നു, ഒരു മണ്ഡലം പ്രസിഡന്റ് വന്നാൽ അടുത്ത മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ ഇവർക്ക് ആളില്ല. പിന്നെ വെച്ചവരെന്നെ വെക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്തുതി പാടുന്നവരെ വെക്കുക. ഇതൊക്കെ കണ്ടും മടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരത്തെയായിട്ടല്ല ഞാൻ അവിടെ നിന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ നിലയിൽ ഞാൻ പറയണം, ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം. മനസ്സമാധാനം അതെനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. വേറെ ഒന്നും കിട്ടിയില്ല, എനിക്ക് കുഴപ്പമില്ല. അത് അറിഞ്ഞ് എന്തായാലും ഇവരെ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവരത്തിലൊന്നും നിർത്തില്ല ഞാൻ. ഇനി ഞാൻ തുടങ്ങും. ഇനിയിപ്പോൾ അസംബ്ലി ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ല തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ സമയം കിട്ടും, എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റുന്ന മാതിരി. കാരണം എനിക്കറിയാം, അവരെന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്ന എന്നോടാ, കോൺഗ്രസ്സുകാർ പലരും. അപ്പോൾ എനിക്ക് ആളെ പിടിക്കാൻ എളുപ്പം, നേരെ പോയി അവരെ കിട്ടി കൊണ്ടുവന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ ബി ജെ പിയോടാണ് അവർക്ക് താല്പര്യം. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പലരോടും വെറുതെ മനസ്സറിയാൻ ചോദിക്കുന്നത്, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അത് എത്ര കാലം കൂടി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ വിവരമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ BJPയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ശക്തമാക്കാൻ ഭഗവാൻ എനിക്ക്
എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അവിടെ നിന്ന് കിട്ടിയ കുത്തുപിട കുത്തരുതാരും എന്നെ. കാരണം ഞാൻ അത്രയും പ്രതീക്ഷയോടുകൂട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും അല്ലെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ എതിര് നിന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും ഞാൻ ആളെയൊക്കെ വിളിക്കുന്ന സംസാരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം എനിക്കൊന്നും അങ്ങനെയില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഒരു സഹോദരിയായിട്ട് എന്നെ കൂട്ടി എല്ലാത്തിനും ഞാൻ മുമ്പിലുണ്ടാവും. പേടി എന്ന് പറയുന്ന സാധനം എനിക്കില്ല. അത് ആദ്യം പറയാം. അത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം തൊട്ട് ചുറ്റും പോലീസും ഇവരൊക്കെ കണ്ട് ആ പേടിയൊക്കെ അങ്ങ് തീർന്നു. കാരണം അച്ഛനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെയും മുരളിയേട്ടനെയും കെട്ടിപ്പിടിച്ച് കയറിയുന്ന അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ. അവിടെ നിന്ന് വളർന്ന് എനിക്ക് എന്ത് പേടി ഇനി ഈ പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് കൂടെ ഉണ്ടാവും. എല്ലാവരും ഇനി തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വരണം. വേറൊന്നുമല്ല, മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ആരാധനയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതിലെത്തിച്ചത്. കാരണം അദ്ദേഹം സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്. പിന്നെ അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്, പണ്ടുണ്ടാവാത്ത ഒരു കാര്യമാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടിയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ ഇത്തിരി മനസ്സമാധാനം ആഗ്രഹിച്ചിട്ട് ഇത് രണ്ടും കൂടിയായപ്പോൾ ഞാൻ BJPയിലേക്ക് എത്തിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വമെടുക്കാൻ എത്തിയ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ പേരുകൾ വിളിക്കാം. അവരൊക്കെ തന്നെ ഇവിടെ വന്ന് ഷോളിട്ട് മെമ്പർഷിപ്പ് സ്വീകരിക്കുക. ആദ്യമായിട്ട് തൃശ്ശൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീ മനു പള്ളത്ത്. അടുത്തതായി കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ K രാധാകൃഷ്ണൻ. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ KK രാധാകൃഷ്ണൻ. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി AR മനോജ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ പത്മ ചേച്ചിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ശ്രീ AR മനോജ്. മനോജിനെ BJPയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യൂത്ത് കോൺഗ്രസിന്റെ ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിവേക്. ഒന്ന് പുറത്തേക്ക് പോയിക്കാണ് പോരും. യൂത്ത് കോൺഗ്രസിന്റെ അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു വിനോദ്. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ ഹരിസ്വാമി. മുൻ മണ്ഡലം സെക്രട്ടറി മണി. ഷാജു, സന്തോഷ്. ഒന്ന് വഴി വിട്ടു കൊടുത്ത് അവർക്ക് ഇങ്ങനെ മുമ്പിലേക്ക് വരാം. ശിവശങ്കരി എസ്, TN രാമനാഥൻ, സംഗീത PK, സ്മിജേഷ്, എബി, മിഥുൻ, ജിതിൻ, ഹരീഷ്, സഞ്ജയ്, സനൽ, വിഷ്ണു, ജഗൻ, അബി. മുമ്പിലേക്ക് വാ. എല്ലാവരും മുമ്പിലേക്ക് ഒരു പേര് വിളിച്ച ആളുകൾ. വിമൽ, സഞ്ജയൻ, സൈമൺ, രാഹുൽ. പേര് വിളിക്കാൻ വിട്ടുപോയ ഏതെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കുക. എല്ലാവരും മുമ്പിലേക്ക് വരിക. മെമ്പർഷിപ്പ് സ്വീകരിച്ച ആളുകൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. എല്ലാവരും ഷാളിട്ടുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റേജിൽ തന്നെ നിരന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം.
മെമ്പർഷിപ്പ് സ്വീകരിച്ച എല്ലാവരും മുമ്പിലേക്ക് വരിക. എബി, മിഥുൻ, അവിടെ നിന്ന്